ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാമല്ലേ. വീഡിയോ എന്തിലും ആക്ഷൻ കാണിക്കേ. വീഡിയോ വീഡിയോ ആ தமிழ் தெரியாத ஃபுல்லா தமிழ்ல பேசுறேன். எப்படி இருக்கு என்ன ஞாபகம் இருப்பா அப்ப ഞാനും அந்த டைம்ல நினைச்சு ஏதோ പ്രൊമോഷനുള്ള ആള് தமிழ் நல்ல ഞാൻ ദേവേട്ടൻ, നൂബിൻ, ബിന്നി, വിശ്വ, അഖിൻ, ഐഷ, ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. നല്ല അടിപൊളി യാത്രയായിരുന്നു. കുറേ കോമഡിയും കുറേ കൺഫ്യൂഷനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ വഴിയെ കാണാം. എന്താ ചേട്ടാ ഭയങ്കര ലൈറ്റാ കേറിയപ്പോ ഉറങ്ങാൻ തുടങ്ങിയതാ. റിങ്ങി കളിക്കട്ടൊക്കെ ഈ ഇങ്ങനെ ഉറങ്ങിയാലോ? അതെ, ഒരു രക്ഷയില്ല. ഹലോ, ഇനി കൊടൈക്കനാലിലേക്ക് എത്താൻ വേണ്ടി ഇനി 2 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര സുന്ദരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയാം. വലിയ വണ്ടി കിടന്ന് ഉറങ്ങുകയാണ്. ബാക്കി എല്ലാവരും ഇവിടെ പുറത്തിറങ്ങി വെറുതെ റോട്ടിൽ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്മോക്കി ഹെവൻ എന്ന് പറയുന്ന ഒരു വുഡ് ഹൗസിലാണ്. നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. ആക്ച്വലി ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോയ ഒരു റിസോർട്ട് കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് അവർ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മൊത്തം. നമുക്ക് ഈ റിസോർട്ടൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ഫാമിലി ആയിട്ട് റൂം എടുക്കാതെ ഞങ്ങൾ ഗേൾസ് ഒരു റൂം, ബോയ്സ് ഒരു റൂം, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്.
പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ. ഹലോ ഗൈസ്, ഈ കളിയിൽ വളരെ സിമ്പിളായി ഞാൻ ജയിച്ചിരിക്കുന്നു. തോറ്റവരെ കാണൂ, തോറ്റവരെ മുഖം കാണൂ. അങ്ങനെ ഞങ്ങൾ ഗെയിമെല്ലാം കളിച്ച് നല്ല ലേറ്റ് ആയിട്ടൊക്കെ എടുക്കാൻ രാവിലെ എണീറ്റു. ഇനി കൊടൈക്കനാൽ നമുക്കൊന്ന് ചുറ്റിക്കാണാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നലെ ഞങ്ങൾ ഒരു 10 ചപ്പാത്തിയും 10 പൊറോട്ടയും മേടിച്ചു. അതോടുകൂടി ഞങ്ങൾ ആധാരം പണയപ്പെടുത്തി. ഇനിയിപ്പോൾ ഇന്ന് എന്ത് പണയം വെക്കുമെന്ന് അറിയാതിരിക്കുകയാണ്. കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഗുണ്ടൊന്ന് വെച്ച് 2 ഇഡ്ഡലിയാണ് കണക്കിലുള്ളൂ. അതേ തരുള്ളൂ. ഡിമ്മളോടെ പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ഓണം ഫോട്ടോ. മറ്റൊരു നമസ്കാരമുണ്ട്. മാന്യതയുടെ നിറകുടമായ നന്ദിയുണ്ട്. റൂം ലോക്ക് ചെയ്ത് പോവല്ലേ? റൂം ലോക്ക് ചെയ്ത് പോവല്ലേ? കഴിക്കാൻ പാ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇഡലി ഉണ്ട് എക്സ്പ്രഷൻ.
സാപ്പിടുമ്പോ ഷെഫ് ഹലോ ഗായ്സ്, ഞങ്ങൾ ഉച്ചോട്ട് ഇതുവരെ മാത്രമല്ലോ ഒരു സാധനം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. പരിപാടിയാണ്. ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബ്രോസ്റ്റ്, ബട്ടർ നാനൊക്കെയാണ് ഓർഡർ ചെയ്തത്. ബ്രോസ്റ്റ് അല്ലേ? ഷവായി, ഒരു ഫുൾ ഷവായി. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിൽ ഷോപ്പിൽ കയറി. ആക്ച്വലി ഇവിടെ വന്ന് ചോക്ലേറ്റ് കുറേ കഴിക്കലാണ് ഉണ്ടായത്. കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇവിടെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് ഒരു ഷോപ്പിൽ. ആക്ച്വലി ദേവേട്ടന് ഞാൻ ഷുഗറൊക്കെ കട്ട് ചെയ്തിരിക്കുകയൊക്കെ കുറച്ചായിട്ട് ഒരു ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ട്. സോ അടുത്ത് മാത്രം പിന്നെ ഓഫീസേഴ്സ് കുറച്ച് ചോക്ലേറ്റ് അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിലെ ഒന്ന് ബോർഡ് ചെയ്യാൻ എനിക്ക് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് അടിച്ചു പൊളിക്കണം, ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കണം. അല്ലാതെ ഈ ഷോപ്പ് കയറി ഒരു വൈബ് ഉണ്ടാവില്ല. നമ്മളിവിടെ വരുന്നതിനാ എൻജോയ് ചെയ്യാൻ, സ്ഥലങ്ങൾ കാണാൻ, എൻജോയ് ചെയ്യാൻ. മഷ്റൂം കിട്ടിയോ? മഷ്റൂം അടിച്ചോ? മനസ്സാ വാചാക്കം ഇതാണ് കൊടൈക്കനാലിലെ ലേക്ക്. കൊടൈക്കനാലിലെ കനാൽ. അത് സൂം ചെയ്തത് കേട്ടോ. അത് ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു 7 o'clock കഴിഞ്ഞാൽ എല്ലാം ക്ലോസ്ഡ് ആണ്. കുറച്ച് ഹിൽ സ്റ്റേഷനൊക്കെ ആയിട്ട് വഴി തെറ്റി പോയിട്ടുണ്ട്. അവരെ തിരഞ്ഞെടുക്കണം. ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ കുറേ കിട്ടും. പിന്നെ സ്വെറ്റർ ടൈപ്പ് കോസ്റ്റ്യൂം കൊണ്ടുവരുന്നത് ഇതിനുള്ള മനുഷ്യൻ ഇതാണ് കുറേ സ്ഥലത്ത് കിട്ടി കിട്ടി കളഞ്ഞു പോയ ഒരാഴ്ച കിട്ടി. എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കാം. മനസ്സിലായി ഇങ്ങനെ വീഡിയോ നടത്തുന്നത്. അയ്യോ. താങ്കൾ ഉദ്ദേശിച്ച Yes, this is my exploring. ഓ ഇത് അടച്ചത് നമ്മള് പൊട്ടന്മാരാണ്. അപ്പുറത്തെ ഒരു ലിങ്കേജ് ഉണ്ടല്ലോ, അപ്പുറത്തെ കൊണ്ട് ലിങ്ക് അക്കരക്ക് സമയം അക്കരെ
ഇറങ്ങി വാടാ കൊറപ്പാ താമര ഇപ്പൊ വരുവാണ് പാപ്പ ഇവിടെ നീല പീലി കണ്ണും പൂട്ടി എന്റെ അടുത്ത് വെറൈറ്റി സാധനം കിട്ടി എന്ത് കഞ്ചാവ് വച്ച് കിടക്കേട്ടെന്നായി. ഗായ്സ് എൻ്റെ അടുത്ത് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് വലിയ ഒച്ച വരും. ഇത് ഋഷിമാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയൊരു പാരമ്പര്യമുള്ള സാധനമാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഒരു മഹർഷിയും വാത്മീകി മഹർഷി ആയുധക്കല പഠിപ്പിച്ചു കൊടുത്തു എൻ്റെ മുത്തശ്ശൻ. ഉണ്ടാവും ആ ഒരു ടച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കിടക്കടി പട്ടി അമാനുഷികമായ കഴിവുകൾക്ക് മാത്രമേ ഇതിൽ നിന്ന് ശബ്ദം പുറപ്പെടുപ്പിക്കാനുള്ള കഴിവുള്ളൂ. ഞാൻ പറയടാ മഹർഷി താഴ്വഴി ഉണ്ടോ? താഴ്വഴി അല്ല മലപ്പുറം ഭാഗത്തേക്ക് എങ്ങനെയാ? നിങ്ങളെ പാലക്കാട് എങ്ങനെയാ? പാലക്കാട് നീ താഴ്വഴി അതിനിടയ്ക്ക് ഈ മറ്റേ മഞ്ഞക്കാട് എന്താ പറഞ്ഞല്ലോ? നീ എന്താ പറഞ്ഞേ? അവിടെ എന്താ സംഭവം ഒന്നും കാണാനില്ല. അവിടെ എവിടെ? ആ ഏരിയയില് അവിടെ മറ്റേതാ കുലിശിതം. പുറത്ത് കളിക്കില്ല. പുറത്ത് യസ്മേ കൊടുക്ക കുറച്ച് വീഡിയോ ലീക്ക്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എണീറ്റു. ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്. ഇനി കൊടൈക്കനാൽ കണ്ട് അങ്ങനെ നാട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. യൂട്യൂബ് ബ്ലോഗാണ്. അല്ല അളകാണ് മല നിറകൾ. ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൻ്റെ പേര് തന്നെ അതാണല്ലോ, മലപ്പുറം. മലകളുടെ ഒരു തിങ്ങി കൂടിയ പ്രദേശമാണ്. കല്ല് ചെയ്യണ്ടേ? ഇനിയും പോസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള ചില റീൽസുകളുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണത്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ സിനിമ തൊട്ട് വീഡിയോ ആൻഡ് റീൽസ്. ആ ബാഗിലുള്ള സാധനം ഒന്ന് കഴിക്കുമ്പോഴേക്കും വെറുതെ